ശ്രീ അറ്റ്ലസ് രാമേന്ദ്രൻ ഒരുപക്ഷെ കഠിനാധ്വാനത്തിന്റെ ഒരു പ്രോഡക്റ്റാണ്. തീർച്ചയായും അല്പസാഹസികതയും താങ്കളുടെ ജീവിതത്തിലുണ്ട്. വളരെ കറക്റ്റ്. ഒരു ബാങ്ക് ജീവനക്കാരൻ, ഉദ്യോഗസ്ഥൻ, അതിൽ നിന്ന് ഒരു ഓൺട്രപ്രണർ ജനിക്കുകയാണ്. ചെറിയൊരു ജന്മമായിരുന്നില്ല അത്. ഒരുപക്ഷെ ഒരു രൂപപരിണാമം വന്നിരിക്കുന്നു. വളരെ സത്യം. നമ്മുടെ യുവതലമുറയിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ഒരു നഗക്ഷതം വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നമ്മള് വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ്. വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ഉള്ള ജീവിതമാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു. ബാങ്കിൽ മാനേജറായിരുന്നു. ഇവിടെ സൂപ്രണ്ട് ഓഫ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ട് വളരെ വലിയ പൊസിഷനായിരുന്നു കേരളത്തിലെ. അവിടുന്ന് ഒരു ചെറിയൊരു ഓഫീസേഴ്സ് പൊസിഷൻ കമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് കുവൈറ്റിൽ കിട്ടിയപ്പോൾ അവിടെ പോയി. അത് ഭയങ്കരമായ അഡ്വഞ്ചറായിരുന്നു. എല്ലാവരും പറഞ്ഞു, കൂടെയുള്ളവർ, ഹീസ് എ ഫൂൾ, എന്ത് കണ്ടിട്ടാ അവൻ അങ്ങോട്ട് പോയത് എന്നൊക്കെ. ആദ്യം പറഞ്ഞത് ഭാര്യയാണോ? ഭാര്യ ഇതിന് സപ്പോർട്ടായിരുന്നു. അത് കുഴപ്പമില്ല, നമുക്ക് അവിടെ എവിടെ വേണമെങ്കിലും പോവാം. വാസ്തവത്തിൽ എന്റെ ജീവിതത്തിൽ എന്നും എനിക്ക് ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കുന്നതാണ് എന്റെ ഭാര്യ ഇന്ദു. ഇടയ്ക്ക് നന്നായിട്ട് വിമർശിക്കാറുണ്ട്. വിമർശനം എന്നും ഉണ്ട്. അത് എന്ന് കാര്യം നിസ്സാരം കണ്ടാൽ മതി. അതാണ് ശ്രീ അറ്റ്ലസ് രാമേന്ദ്രനും ഇന്ദു. അതെ, ആണോ? മോഹനകൃഷ്ണൻ എന്തായാലും അതാ. സത്യഭാമയും അതാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. സത്യഭാമയും അങ്ങനെയാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഏകദേശം. അപ്പൊ കാര്യം നിസ്സാരത്തിലെ മോഹനകൃഷ്ണനും സത്യഭാമയാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ശ്രീ രാമചന്ദ്രനും ശ്രീമതി ഇന്ദു രാമചന്ദ്രനും. ശ്രീമതി ഇന്ദുവും ഏകദേശം. മോഹനകൃഷ്ണൻ ഇത് എന്നും പിന്നെ ഞാൻ വില്ലേജ് ഓഫീസറാണ് ഞാൻ എന്ന് പറയുന്ന പോലെ ചെയർമാനാണ് ഞാൻ. അറ്റ്ലസ് ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ഞാൻ. ജീവനക്കാരുടെ കാര്യമൊക്കെ കട്ടപ്പുക. ഒരു കഷ്ടമില്ല. അവരുടെ അടുത്ത് വളരെ സ്നേഹത്തിലാണ്. കുവൈത്തിലെ ബാങ്കിൽ ജോലി ചെയ്യുന്നു. താങ്കൾ വൈകുന്നേരം താങ്കളുടെ വീട്ടിലേക്ക് പോകുന്നു. അതെ. പക്ഷേ പരിസര നിരീക്ഷണമാണ് ശ്രീ രാമേന്ദ്രനെ ഒരു ഓൺട്രപ്രണറാക്കുന്നു. അതെ. ഒരു ജ്വല്ലറി കടയ്ക്ക് മുമ്പ് ആൾക്കാർ കൂടെ നിൽക്കുന്നു. വളരെ ശരി. അപ്പൊ തന്നെ മെഡില്ല ഒബ്ലാങ്കറ്റ് ഒരു അടി കിട്ടുന്നു. ഇവിടെ കുഴിച്ചാൽ പൊന്ന് കിട്ടും. അത് വെരി കറക്റ്റ്. കണക്ക് തെറ്റിയില്ല. ഒരു തെറ്റുമില്ല. കണക്കിലല്ലേലും സമർത്ഥനാണ്. അത് 100 മാർക്ക് ആദ്യമേ തൊട്ട് എനിക്ക് അങ്ങനെ വേണമെന്നുണ്ടായിരുന്നു. കണക്ക് പഠിപ്പിച്ചിരുന്ന ടീച്ചറെ പോലും പ്രേമിച്ചിരുന്നു. പ്രേമിക്കുക എന്ന് പറഞ്ഞൂടാ, സ്നേഹിച്ചിരുന്നു. സ്കൂളിൽ കണക്ക് പഠിപ്പിച്ച ടീച്ചറെ സ്നേഹിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു കണക്കിലുള്ള പ്രാഗൽഭ്യം കൊള്ളാം. കാരണം 100 മാർക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു സ്കൂളിൽ. എല്ലാ 10ാം ക്ലാസ് വരെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തു. ഇങ്ങനെ തന്റെ ഇഷ്ടവിദ്യാർത്ഥി തന്നെ സ്നേഹിക്കുന്നു എന്ന് ആ ടീച്ചർ മനസ്സിലാക്കിയോ? മനസ്സിലാക്കി. ആ ടീച്ചർ എന്റെ അമ്മയുടെ ക്ലാസ്മേറ്റ് കൂടിയാണ്. അപ്പൊ അമ്മയോട് പറയും, മോൻ നന്നായി പഠിക്കും കേട്ടോ, പക്ഷെ സൂക്ഷിക്കണം, പക്ഷേങ്കിൽ സൂക്ഷിക്കണം എന്നവര് പറഞ്ഞില്ല. പക്ഷെ അവർ മനസ്സിൽ പറഞ്ഞു ആളൊരു വില്ലനാണ്. ഇല്ല, സ്കൂളിലൊക്കെ വളരെ പാവല്ലേ. എന്തായാലും ഒരു ഗുണം കിട്ടി. ടീച്ചറോടുള്ള സ്നേഹം കാരണം കണക്ക് നന്നായിട്ട് ശ്രീ രാമേന്ദ്രൻ പഠിച്ചു. അതെ. ആ ടീച്ചറിന്റെ വേറൊരു മാഷായിരുന്നെങ്കിൽ കണക്കിൽ താങ്കൾ പാടേ പൊളിഞ്ഞുപോയി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിന്റെ ഉള്ളില് എനിക്ക് ഇത് ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം, പ്രത്യേകിച്ച് കണക്കിൽ ഫസ്റ്റ് ആവണം. വേറെ സബ്ജക്ട്സിൽ ചില അതിന്റെ കൂടെ അല്പം സ്നേഹം കൂടി ചാലിച്ചപ്പോഴൊക്കെ ഉണ്ടല്ലോ. 22 മാറ്റ്, അത് 24 ക്യാരറ്റ്. 22 ക്യാരറ്റ് ആണല്ലോ ഓർണമെന്റ്സ്. 24 ക്യാരറ്റ് പ്യൂറസ്റ്റ്. അപ്പം കണക്കിൽ 24 ക്യാരറ്റ് വന്നു. മറ്റതും കൂടെ ചാലിച്ച് ചേർത്ത്. അതെ. ടീച്ചറോടുള്ള സ്നേഹം കൂടി. ഓക്കെ. ആ പശ്ചാത്തലമാണ് ശ്രീ രാമേന്ദ്രനെ നല്ലൊരു ഓൺട്രപ്രണറാക്കി മാറ്റിയത്. സ്വർണം കൊയ്യുന്ന ഒരു വ്യവസായി. എത്ര രൂപ മുടക്കി ആദ്യം വളരെ കുറച്ച് എന്റെ ഉണ്ടായിരുന്ന പൈസ, അതുവരെയുള്ള സേവിങ്സ് കുവൈറ്റിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സേവിങ്സ് എന്ന് പറയുന്നത് വെറും 2 കിലോ സ്വർണം വാങ്ങിച്ച് ഓർണമെന്റ് ആക്കാനുള്ളതും, പിന്നെ അവിടുത്തെ കീ മണി എന്ന് പറയും, ഒരു ഷോപ്പ് എടുക്കുന്നതിന് 20,000 ഡീനാഴ്സ്, ഇത്രയും മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഇത് വെച്ചാണ് അറ്റ്ലസ് തുടങ്ങുന്നത്. എന്ത് ഈ പേര് അറ്റ്ലസ് എന്നാ കാരണം? എനിക്ക് എല്ലാത്തിനും ധൃതിയാണല്ലോ. അപ്പൊ ഞാൻ പല പേരുകളും
ഇവർക്ക് അവിടുത്തെ കുവൈറ്റ് ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സിൽ പറഞ്ഞു. ഒരു 12 പേരുകളുടെ ലിസ്റ്റ് എഴുതി കൊടുത്തു. ഫാഷൻ ജ്വല്ലറി അത് ഇതൊക്കെ പറഞ്ഞിട്ട് മൈസൂർ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന അന്ന് പാലസ്തീനികളാണ് അവിടെ മുഴുവൻ. മൈസൂർ എന്ന് പറഞ്ഞാൽ ഇതൊന്നും പറ്റില്ല. അപ്പൊ എന്താന്ന് കാരണം, ഇതൊക്കെ ഫോറിൻ നെയിംസ് ആണ്, ഇത് ഇങ്ങനത്തെ നെയിംസ് ഒന്നും പറ്റില്ല. ഖുദി അറ്റ്ലസ് വല്ലാഹി തമാം വാജിദ് എന്ന് പറഞ്ഞു. അവനാണ് പറഞ്ഞ് ഇത് നീ ഇത്രയൊന്നും ഭയപ്പെടണ്ട, അറ്റ്ലസ് എന്നുള്ള പേരിട്ടുള്ളൂ, ലോകത്തിൽ ഇത് ഏറ്റവും നല്ല പേരാണ്. ഫലസ്തീന് പറഞ്ഞു തന്നാണ്. അങ്ങനെ ഇട്ടു. അവൻ വകതിലുള്ള ഒരുത്തനാ. അവൻ ബാക്കിയുള്ള അത് നല്ല രാശിയുള്ള പേരായിരുന്നു. അതെ. രണ്ടാമതൊന്നും ആലോചിച്ചില്ല, പിന്നൊന്നും ആലോചിച്ചില്ല. കാരണം ലൈസൻസ് കിട്ടണം, നാളെ തുടങ്ങണം കട. ഓൾറെഡി ആളുകൾ വന്ന് ഇങ്ങനെ നോക്കി പോവാണ്. അപ്പൊ ബില്ല് എഴുതി കൊടുക്കും. ബില്ലൊന്നും വേണ്ട സാർ, ഒരു കടലാസിൽ എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കതിൽ വിശ്വാസം പോരാ. അത് പിന്നീട് പ്രോബ്ലം ആയാലും വെച്ചിട്ട് ബില്ല് തന്നെ ഉണ്ടാക്കണം. അപ്പൊ ഈ പേര് കിട്ടാൻ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു. ഇങ്ങനൊരു പേരാണ് നല്ലതെന്ന് പറഞ്ഞപ്പോ ഓക്കെ, ഞാനത് സന്തോഷമായി സ്വീകരിച്ചു. താങ്കളുടെ ഒരു മനഃശാസ്ത്രം അറിയാവുന്ന ഒരാളിനോട് പറഞ്ഞത്, ഒരുപക്ഷെ ഇന്ന് താങ്കൾ ജ്വല്ലറിക്ക് ഒരു പേരിടേണ്ടി വന്നിരുന്നെങ്കിൽ രാമചന്ദ്രൻ ജ്വല്ലറി എന്നിട്ട് അങ്ങനെ ഇടില്ല. അല്ല, അങ്ങനെ ഇടില്ല. ഒരു കമ്പനി ഞാൻ തുടങ്ങിയത് അതിലെ മാത്രം എന്റെ പേരിന്റെ ഒരു ഭാഗം വെച്ചിട്ടുണ്ട്. എന്റെ മാത്രമല്ല, RI കാന്ത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. RI കാന്ത്, രാമചന്ദ്രൻ ഇന്ത്യൻ ഹിന്ദു ആൻഡ് ശ്രീകാന്ത്. വലിയ കണ്ടുപിടുത്താണ്. അപ്പൊ ഒരു വല്ല ഈ എന്താണ് വല്ല നോർത്ത് ഇന്ത്യൻ അമിതാഭ് കാന്ത് എന്നൊക്കെ പറയുന്ന പോലെ. അതെ, അതുമാതിരി RI കാന്ത്. അവിടെ മാത്രമേ വന്നു. സ്വർണ്ണക്കട 2 കിലോ അവിടെ തുടങ്ങുന്നു. എത്ര ദിവസം കൊണ്ടാണ് ശ്രീ രാമേന്ദ്രൻ മനസ്സിലായത് ഇവിടെ ഇതാണ് എന്റെ ജീവിതം? അതിന് 2-3 മാസം മാത്രമേ എടുത്തുള്ളൂ. 3 മാസം കൊണ്ട് വ്യക്തമായി. 6 മാസം കൊണ്ട് 2 കിലോ സ്വർണം ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും തന്നെ ഒരുവിധം ലാഭത്തിന്റെ രൂപത്തിൽ എനിക്ക് തിരിച്ചു കിട്ടി. കാരണം അന്ന് അത്ര വളരെ നല്ല സെയിലായിരുന്നു. അതിനൊക്കെ പുറമെ എനിക്ക് പറയാനുള്ളത് ഈ ലൊക്കേഷനായിരുന്നു ഇതിലത്തെ ഇമ്പോർട്ടന്റ്. സൂഖ് അൽ വതിയ എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ഒരു വലിയ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇന്ത്യൻ മെർച്ചന്റ്സ് ആരും പോവാത്തൊരു സമയം. ഞാനായിരുന്നു അതിലും അഡ്വഞ്ചറസ് ആയിട്ട് അവിടെ സ്ഥലം എടുത്തത്, ഇത്രയും കീമണി കൊടുത്തിട്ട്. അതിനെല്ലാം പുറമെ ഇതിന്റെ അടുത്തായിരുന്നു കുവൈറ്റിലത്തെ ഒരേ ഒരു ചർച്ച് ഉള്ളത്. അവിടെ ആകെ ഒരു ചർച്ച് മാത്രമേ അലോ ചെയ്തിട്ടുള്ളൂ ഇന്നേ വരെ, ക്രിസ്ത്യൻ പള്ളി. ക്രിസ്ത്യൻ പള്ളി. 2 കിലോ കൊണ്ട് തുടങ്ങി 6 മാസം കൊണ്ട് ആ 2 കിലോ തിരിച്ചു പിടിച്ചത് ലാഭമായി മാറി. ഒരുപക്ഷെ ഇത്രയും ഫാസ്റ്റായിട്ട് വളർന്ന വേറൊരു ബിസിനസ് ഉണ്ടാവില്ല. ഇല്ല. കാരണം ശ്രീ രാമേന്ദ്രന്റെ കയ്യിൽ എത്ര കിലോ സ്വർണ്ണമുണ്ട്? ഇന്നിപ്പോ ലേറ്റസ്റ്റ് ബാലൻസ് ഷീറ്റ് അനുസരിച്ച് അബൌട്ട് 1600 കിലോമീറ്റർ ഉണ്ട്. 1600. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് എത്ര കുറവാനുള്ള കാരണമുണ്ട്. ഇത് കുറവാണ്. എന്താ വെച്ചാൽ സ്വർണത്തിന്റെ വില വളരെ കൂടിയല്ലോ. അതെ. പിന്നെ അതിനും പുറമെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടി വന്നു. ഈ ഡയമണ്ട്സ് ആണ് ഇപ്പോഴത്തെ ക്രേസ് മുഴുവൻ ഡയമണ്ട്സാണ്. ഇപ്പൊ സ്വർണത്തിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് ആവശ്യം. ഇപ്പൊ പുതിയ തലമുറയിലെ പെൺകുട്ടികളൊക്കെ ഡയമണ്ട്സ് ധരിക്കും. ഡയമണ്ട്സ് ആണ് അവർക്ക് ആവശ്യം. അപ്പൊ അത് അവരുടെയൊക്കെ മനസ്സിലുള്ള ചില മോഡലുകൾ താങ്കളുടെ മനസ്സിൽ വരുമോ? തീർച്ചയായിട്ടും പിള്ളേർ ഇഷ്ടപ്പെടാൻ പോകുന്നത് എന്താണെന്നൊക്കെ ഉള്ളത്. അതെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡിസൈനർ അതിനുവേണ്ടി ചെറിയ കുട്ടികൾക്ക് 18-20 വയസ്സ് ഡിസൈനർക്ക് പറഞ്ഞു കൊടുക്കുന്ന താങ്കളാണോ? അതേ ഡിസൈനർ തന്നെയാണ്? ഞാനും പറഞ്ഞു കൊടുക്കും. അദ്ദേഹത്തിന്റെയും ഐഡിയാസ്. താങ്കൾ യാത്ര ചെയ്യുമ്പോൾ ഈ പെൺകുട്ടികളുടെ കാതിലും കഴുത്തിലും കിടക്കുന്നതൊക്കെ നോക്കുമോ? ചിലപ്പോ നോക്കും. ചിലപ്പോഴാണോ? ചിലപ്പോഴേ നോക്കുള്ളൂ. ഈ പേരും പറഞ്ഞ് നോട്ടം കുറച്ച് കൂടുന്നുണ്ടോ? ഇല്ല. എന്താ വെച്ചാൽ എല്ലാവരും നോക്കല്ലേ, അതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഇത് എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരുന്ന അത് ചിലപ്പോ നന്നാവില്ലല്ലോ. ആ ഒരു ചിന്ത വന്നുകൊണ്ട് അതുകൊണ്ട് അവർ ശ്രദ്ധിക്കാതെയായിരിക്കും നോക്കുന്നത്. അവര് ശ്രദ്ധിക്കാതെയാണ് നോക്കുന്നത്. അവര് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായുള്ളൂ. ഇതിപ്പം അങ്ങനെ ഈ കാതിലത്തെ നോക്കാൻ പറ്റും. ഒരിടയ്ക്ക് വെച്ച് ഒരുപക്ഷെ താങ്കളുടെ കട്ടവും പടമൊക്കെ മടങ്ങിയെന്ന് ചില ആൾക്കാർ വിചാരിച്ചു. സദാം ഹുസൈൻ കുവൈറ്റ്. അതെ.
ഗോഡ് ഈസ് ദയർ. പണം പോയോ? ആ, ഒരു 400 കിലോ സ്വർണം തിരിച്ചു കിട്ടിയോ? തിരിച്ചു കിട്ടിയിട്ടില്ല. നഷ്ടപരിഹാരം ഉണ്ടായിരുന്നല്ലേ? നഷ്ടപരിഹാരം അപ്രൂവ് ചെയ്തിട്ടുണ്ട് UN, ഐക്യരാഷ്ട്രസഭ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇറാഖ് ഓയിൽ എക്സ്പോർട്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിൽ നിന്ന് വേണം തരാനായി. അപ്പൊ തരേണ്ട സമയമായിട്ടില്ലേ? തരേണ്ട സമയമായിട്ടില്ല, നമ്മുടെ ഒന്നും തരേണ്ട സമയമായിട്ടില്ല. അപ്പൊ 400 കിലോ താങ്കൾക്ക് കിട്ടും. അതെയോ എത്രയായിരിക്കും കിട്ടില്ല? അത് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ $5 million എന്താ $5 million അന്നത്തെ വില. അത് എന്റെ കുട്ടികളുടെ സമയത്ത് ഈ ലോകം ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടും. അല്ല, ചിലർക്ക് കിട്ടി തുടങ്ങിയല്ലോ. അത് ചെറിയ എമൗണ്ട്സാ കിട്ടിയിട്ടുള്ളത്. ഈ ഹൗസ് ഹോൾഡ് ലോസസ് അത് എന്റെ വൈഫിന് കുറച്ച് $10,000 കിട്ടി. $60,000 ക്ലെയിം ആയിരുന്നു. അവര് $10,000 മാത്രം കൊടുത്തു. ബാക്കി ഇന്നേ വരെ. എന്തായാലും താങ്കൾക്ക് കിട്ടും. അത് കിട്ടുമ്പം സമ്പത്ത് ഇങ്ങനെ വർദ്ധിക്കുകയാണല്ലോ. കിട്ടിയാൽ നന്നായി. എന്താ വെച്ചാൽ ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടിലാണ്. അതിപ്പോ തുറന്നു പറയാതെ നിവൃത്തിയില്ലല്ലോ. ശ്രീ അറ്റ്ലസ് രാമേന്ദ്രൻ പിന്നീട് ദുബായിലേക്ക് ചുവട് മാറ്റി ചവിട്ടി. അതെ, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു. ഗൾഫ് മുഴുവൻ. പിന്നീട് ഇങ്ങോട്ടും എത്തി. ഇപ്പൊ എവിടെയും വന്നു. ഇവിടെ എത്തി. താങ്കളെ ഒഴിവാക്കി ആർക്ക് നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. ടെലിവിഷൻ അതിന്റെ സാധ്യതകൾ ആദ്യം കണ്ടെത്തിയ ഒരു സ്വർണ്ണക്കടക്കാരൻ ഒരു പക്ഷേ താങ്കളായിരിക്കാം. തീർച്ചയായിട്ടും അതെ. പക്ഷെ ഇതിനൊക്കെ മുമ്പ് താങ്കൾ റേഡിയോയിൽ ഒരു വയറ്റി. റേഡിയോയിലുണ്ടായിരുന്നു. പിന്നെ പണ്ടുകാലത്ത് വീഡിയോസ് വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു അവിടെ. കാരണം ഈ സിനിമ കാണാനായിട്ട് എപ്പോഴും പറ്റില്ല. എന്താ വെച്ചാൽ ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആവും സിനിമകൾ വരുന്നത് കുവൈറ്റില്. അപ്പൊ വീഡിയോസ് അതിന് മുമ്പൊക്കെ ഇറങ്ങും. ആ വീഡിയോസിൽ നമ്മൾ പരസ്യമിടാൻ തുടങ്ങി. അത് തൊട്ടാണ് ശരിക്കും പരസ്യം വന്നു തുടങ്ങിയത്. അന്ന് വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ ചീഫ് വന്നിട്ട് അവിടെ സ്വർണ്ണക്കടക്കാരെ ഗൾഫിലുള്ളവരോടൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ എന്താ പരസ്യം ചെയ്യാത്തത്? പരസ്യം ചെയ്യുന്നത് നല്ലതാണല്ലോ. ഒരൊറ്റ ആളും അതിന് സമ്മതിച്ചില്ല. ഞാൻ മാത്രം സമ്മതിച്ചു. എന്തായിരുന്നു ആദ്യത്തെ താങ്കളുടെ പരസ്യം? റേഡിയോ പരസ്യം? വീഡിയോ പരസ്യം എന്തായിരുന്നു? ശോഭന, where did you get this gold from എന്ന് പറഞ്ഞിട്ട്. അത് ശോഭനയുടെ ആദ്യത്തെ പടം ഏപ്രിൽ 18 വീഡിയോ ഇറങ്ങുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം ഈ ഇതും കൂടി ഇടാൻ സാധിച്ചു. അതിൽ അവസാനം താങ്കൾ വന്നോ? പ്രത്യക്ഷപ്പെട്ടോ? ഇല്ല. അല്ല, അന്ന് പ്രത്യക്ഷപ്പെട്ടില്ല. അന്ന് താങ്കൾക്ക് താങ്കളുടെ ബ്രാൻഡ് വാല്യൂ അറിയില്ലായിരുന്നു. അതെ, തീർച്ചയായും. പിന്നെ റേഡിയോയിലേക്ക് തിരിഞ്ഞു. അതെ, റേഡിയോയിൽ പെൺകുട്ടികളുടെ കൂടെ ഒരുപാട് പരിപാടി അവതരിപ്പിച്ചിരുന്നു ആരോ പറയുന്നുണ്ട്. അഭയാർത്ഥികൾ, പിന്നെന്തൊക്കെയോ കുറെ പേരുകളിലെ നാടകങ്ങൾ ഉണ്ടായിരുന്നു. അത് പെൺകുട്ടികൾ മാത്രമല്ല. ഒരു റേഡിയോ ജോക്കിയായി താങ്കൾ? അല്ല, റേഡിയോ നാടകങ്ങളിൽ അഭിനയിക്കുന്നു. ജോക്കി ആവാൻ ആയിട്ടില്ല. എങ്കിലും ഇടയ്ക്കൊക്കെ ജോക്കി ആയിട്ടുണ്ട്. അവര് വിളിക്കും ഗസ്റ്റായിട്ട് വരാൻ. എന്തൊക്കെയായിരുന്നു താങ്കൾ ജോക്കിയായി നിൽക്കുമ്പോൾ ആദ്യത്തെ ഡയലോഗുകൾ? അതൊന്നും ഇപ്പൊ ഓർമ്മയില്ല. ഇല്ല. താങ്കളുടെ ഈ പറഞ്ഞ റേഡിയോയിലേക്കുള്ള വരവ് കൊണ്ട് ചില ആൾക്കാർ കഞ്ഞൂടി മുട്ടിന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് അത്രയ്ക്കൊന്നുമില്ല. ഇതാ ഒരാള്. ഓക്കെ, വരട്ടെ. നമസ്കാരം രാമേട്ട. ഒരു കാര്യം പറഞ്ഞോട്ടെ. ആകാശവാണിയിലൂടെ 10-35 വർഷമായിട്ട് ഞാനും പത്മരാജനും ഉദയഭാനുവും ശ്രീകണ്ഠൻ നായരും ഒക്കെ കേരളത്തിലെ അല്ല ലോകത്തിലെ മുഴുവൻ കോടാനുകൂടി ജനങ്ങളെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നാണ് പറയപ്പെടുന്നത്, ശബ്ദം കൊണ്ട്. ഈ ശബ്ദത്തിന്റെ മാസ്മരികതയിൽ അവരൊക്കെ പെട്ടുപോയി എന്നാണ് പറയാറുള്ളത്. ഇത്രമാത്രം ജനങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച ശബ്ദങ്ങൾക്കിടയിൽ ഞങ്ങളെയൊക്കെ വെട്ടിച്ച് വലിയ മാന്യനായിട്ട് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം വഴി അടിച്ച് ബീറ്റാക്കിയതിന്റെ രഹസ്യം എന്താണെന്നൊന്ന് പറയാം.